പോത്ത് ഫെസ്റ്റിവൽ നടത്തൂ കേരളത്തിൽ. നിങ്ങളുടെ ഈ വിഷലിപ്തമായ പ്രചരണം ഇനിയും നിങ്ങൾ നടത്തണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. വസ്തുതാപരമല്ല, ജനങ്ങളെ വഴിതെറ്റിക്കുകയാണ് നിങ്ങൾ. ഒരു കാര്യം ഞാൻ വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്ന ശ്രീ സുരേന്ദ്രൻ, ഇന്നത്തെ പത്രത്തിൽ വായിച്ചതാണ്, യു.പിയിൽ ഒരു പോലീസ് ജീപ്പ് പിടിച്ച് ഒരു 60 വയസ്സുകാരി മരിച്ചു. അവരുടെ ഒപ്പം ഉണ്ടായിരുന്ന അവരുടെ 2 കൊച്ചുമക്കൾ 2 വയസ്സും 4 വയസ്സുമുള്ള കുട്ടികൾക്ക് പരിക്കേറ്റു. എങ്ങനെയാണ് വണ്ടി ഇടിച്ചതെന്നറിയാമോ? മുന്നിൽ ഒരു പശുവിനെ കണ്ടപ്പോൾ പശുവിനെ രക്ഷിക്കണോ ഈ മനുഷ്യജീവൻ രക്ഷിക്കണോ എന്ന് തീരുമാനിച്ച് മാധ്യമങ്ങൾ പടച്ചുവിടുന്ന വാർത്തകൾ തീരുമാനിച്ച് പിന്നെ യോഗി ആദിത്യനാഥിന്റെ ഗവൺമെന്റിന് നിങ്ങൾ മാർക്കിടുകയാണ്. 12 മാസം പ്രായമായ നിഷേധിക്കപ്പെടാത്ത വാർത്തയാണ്. മനോഭാവം അങ്ങനെ മാറിക്കഴിഞ്ഞു. ഏറ്റവും ഒടുവിൽ ചണ്ഡീഗഡിൽ കേരളത്തിലെ ബീഫ് ഫെസ്റ്റിവലിനെതിരെ പ്രചാരണം നടത്തിയ ഇത് ഓൺലൈൻ മാധ്യമം ഇന്ത്യൻ എക്സ്പ്രസിൽ വന്ന വാർത്തയാണ്. ഞാൻ പറഞ്ഞത് ഇന്ത്യൻ എക്സ്പ്രസിൽ വന്ന വാർത്തയാണ്. ഡൽഹിയിലെ ഇന്ത്യൻ എക്സ്പ്രസിൽ വന്ന വാർത്തയാണ്. ഇപ്പൊ ഉത്തർപ്രദേശിൽ ഒരു പശു കുറുക്ക് ചാടിയപ്പോൾ ഒരു മനുഷ്യന്റെ ജീവൻ ചണ്ഡീഗഡിൽ കേരളത്തിലെ ബീഫ് ഫെസ്റ്റിനെതിരെ പ്രതിഷേധം നടത്തിയ ഗോസംരക്ഷകരുടെ പടമെടുത്തില്ല എന്ന് പറഞ്ഞ് ഒരു വിദ്യാർത്ഥിയെ കുട്ടി അയാൾ ഗുരുതരമായി പരിക്കേറ്റ ആശുപത്രിയിലാണ്. പത്രപ്രവർത്തകരാണെന്ന് തെറ്റിദ്ധരിച്ച് ക്യാമറ കണ്ട വിദ്യാർത്ഥിയെ കൊല്ലുകയായിരുന്നു. ഈ രീതിയിലുള്ള സംഘർഷങ്ങൾ രാജ്യമാകെ നടക്കുമ്പോൾ മറുപടി പറയേണ്ട ബാധ്യത സ്വാഭാവികമായും ബി.ജെ.പി വന്നു ചേരും. വളരെ നന്ദി ശ്രീ സുരേന്ദ്രൻ.